എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാണ് എൻഎസ്എസിന്റെ ഫെയർവെൽ പരിപാടി. കോളേജ് എത്തിപ്പോ ഒരുത്തരി കാണാനില്ല. ഇനി ഇന്നല്ലേ പരിപാടി. ഇവനാണെങ്കിൽ ഇന്നലെ ഒന്ന് ചമ്മി പോയിട്ടേ ഉള്ളൂ. പാവം. പറഞ്ഞ സമയത്തൊന്നും പരിപാടി തുടങ്ങാൻ പറ്റില്ല. കുറച്ച് ലേറ്റ് ആവും. പറ്റൂലെങ്കിൽ എണീച്ച് പോടാ. അങ്ങനെ കാറ്ററിംഗ് ഗേൾസ് എത്തി. വെൽക്കം ടു ദ ഷോ. പരിപാടി കുറച്ച് കളറാക്കി. എനിക്ക് കുറച്ച് കളർ ബൾബ് മേടിച്ചിട്ട് ഇത്ര രാവിലെ ആയിട്ട് കടയൊന്നും തുറന്നില്ല. എന്താ ചേട്ടാ, കുറച്ച് ഉത്തരവാദിത്തൊക്കെ വേണ്ട എന്നെ പോലെ. അങ്ങനെ കത്തന കളർ ബൾബ് കിട്ടി. രണ്ടാമത്തെ തവണ ഈ കുരിപ്പ് കാല് തട്ടി പോണത്. എന്താണ് ഒരു ചിക്കന്റെ വേണം? അത് ചിക്കൻ ഒന്നല്ല, എന്റെ കാല് കരിഞ്ഞു പോയതാണ്. ഇതൊക്കെ മേടിച്ച് പോകുമ്പോൾ പരിപാടി തീരുന്നു. എനിക്കോ ഈ ചൂടും തണുപ്പിക്കാൻ വേണ്ടി കുറച്ച് ഐസ് ക്യൂബ്സ് മേടിച്ചു. എല്ലാത്തിന്റെ വായിലിട്ട് കൊടുക്കാം. ക്യാഷ് നമുക്കൊരു വിഷയമല്ല. 100ന്റെ 3 നോട്ടൊക്കെ കയ്യിലുള്ള അനൂട്ട വയറെടുത്ത് പണി തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താവോ എന്തോ. അങ്ങനെ ഇല്ലാത്ത ബുദ്ധി വെച്ചാൽ ബൾബ് എത്തിച്ചു. ഇത് ടേസ്റ്റ് ഒക്കെ വേണ്ടി ഉണ്ടാക്കിയത്. എനിക്ക് കുടിക്കണമെങ്കിൽ വേറെ ഉണ്ടാക്കണം. ക്യാമറ അപ്പങ്ങ് അഭിനയിച്ചോളൂ. അത്രയുള്ള ടേസ്റ്റ് ഒന്നുമില്ല. മേടിച്ച് പഞ്ചസാരൊക്കെ എവിടെ പോയോ എന്തോ. ഇനിയാ മോനെ ശരിക്കുള്ള സർപ്രൈസ്. നേരത്തെ ഉള്ളിൽ ഇരുന്നവരെ പിടിച്ച് പുറത്താക്കിയിട്ട് ഉള്ളിലേക്ക് ആദ്യം വരാൻ പറയും. എന്തായാലും എല്ലാവരും ഞെട്ടും, അതുറപ്പാ. പക്ഷെ ഡോർ ചോദിച്ചു. പഴയ കോളേജല്ലേ, അങ്ങനെയൊക്കെ വരും. കുറച്ച് പണിയെടുത്തിട്ടാണെങ്കിൽ അവസാനം അവർ ഉള്ളിൽ കയറ്റി. ഇടയ്ക്കിടയ്ക്ക് പോയി ടേസ്റ്റ് നോക്കണം. എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണ്ടേ. പരിപാടിന്റെ ഫുൾ സ്ക്രിപ്റ്റ് എഴുതി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നോക്കി ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇനി എല്ലാവരും എണീച്ചെന്ന പ്രാർത്ഥനയാണ്. ഇവരോട് കളിയാണ്ട വിചാരിക്കും ഇവള് പെണ്ണാണ് വന്നിട്ടുള്ളത്. ഞാൻ അന്നേരം അവളോട് പറഞ്ഞതാ പാടണ്ടാന്ന്. ഇനി നമുക്ക് കുറച്ച് ഗെയിംസ് കളിക്കാം. ബലൂൺ തട്ടുന്നതിന്റെ ഒപ്പം കപ്പ് വെക്കാൻ പറഞ്ഞ ഒരു കേട്ടില്ല പോകുന്നു. ചെറിയൊരു ഡാൻസ് സ്റ്റെപ്പ് കൊടുത്തിട്ട് ഒരു സൂപ്പർ ആയിട്ട് കളിച്ച് എത്തിച്ചിട്ടുണ്ട്. ഇനി ഒരു പെയ്ഡ് പ്രൊമോഷൻ ആണ്. 5 സെക്കൻഡ് അടിച്ച 100 രൂപ പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിക്ക് ഒരു നാണമില്ല. എന്തൊക്കെ ഈ കുട്ടി പബ്ലിക്കിൽ കാണിക്കുന്നത്. അങ്ങനെ ഫുഡ് എത്തി. എനിക്ക് കഴിച്ചിട്ടാകാം. കോഴിക്കില്ലാത്ത ഭാഗങ്ങളൊക്കെയാണ് ഇവൻ ചോദിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു പക്ഷഭേദവും ഇല്ല. നമ്മളൊക്കെ പ്ലേറ്റ് കഴിക്കുമ്പോൾ ഇവരൊക്കെ ചെമ്പിലാണ് കഴിക്കുന്നത്. സമ്മതിക്കണം. അങ്ങനെ മധുരമായിട്ടൊന്നും എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. പിന്നെ ഒരു പാവത്തിന്റെ കുടിവെള്ള പ്രശ്നമായതുകൊണ്ടാണ്. നിങ്ങളോട് ചിരിച്ചോണ്ടിരിക്കും. ഞാൻ പോട്ടെ. ഇപ്പൊ വിട്ടാൽ രാത്രി ചോറ് തരാകുമ്പോ വീട്ടിലെത്തും. അപ്പൊ ഓക്കെ ബൈ. ഫോളോ ചെയ്ത് അടുത്ത വീഡിയോ കാണാം.